ജൂലൈ 5 ബഷീർ ദിനം. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 5. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം 1908 ജനുവരി 19 വൈക്കം താലൂക്കിൽ തലോലപ്പറമ്പിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഇന്ത്യപ്പോക്ക് ആനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, പൂവമ്പഴം, ഇങ്ങനെ നിരവധി കൃതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും ഓരോ പാഠങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. നർമ്മത്തിലൂടെ ജീവിത സത്യങ്ങളെ നേരിടാൻ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും പഠിപ്പിക്കുന്നു. അതിൽ അദ്ദേഹം മനുഷ്യത്വമാണ് അതിൻ്റെ വില അദ്ദേഹം ഏറ്റവും നന്നായിട്ട് അതിനകത്ത് കാണിച്ചു തരുന്നു. ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണെന്നും അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു. ജീവിത സത്യങ്ങളെ നർമ്മത്തിലൂടെ അദ്ദേഹം നേരിട്ട വഴി. എന്നാൽ അതിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് തീവ്രത നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷെ ഒരു നർമ്മത്തിലൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്കിന്ന് വായിച്ചു തരാം. ആ സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഒരു റംസാൻ മാസത്തിലാണെന്ന് തോന്നുന്നു. ബാപ്പ എന്നോട് വയലിൽ നിന്നും നെല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. അന്ന് ബാപ്പ എന്നെ ഒരുപാട് തല്ലി. സന്ധ്യയ്ക്ക് ഞാൻ ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് ആരോടും ഒന്നും പറയാതെ ഒരു വരയൻ മുണ്ടും ഷർട്ടുമായി രാത്രി ഒരുപാട് മൈൽ നടന്ന് തീവണ്ടിയിൽ കയറി കോഴിക്കോട് ചെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ടു. ആ തല്ലിനെ ഭയന്നു. അന്നത്തെ പിതാക്കന്മാരുടെ തല്ല് അതൊരിക്കലും ടോർച്ചർ ആകില്ല. കാരണം പിതാവിനോടുള്ള ബഹുമാനം അദ്ദേഹം പറയുന്നുണ്ട്. പഴയ കാലഘട്ടം അങ്ങനെയാണ്. പക്ഷെ അത് കാരണം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നുവെന്നും അദ്ദേഹത്തിന് ലോകം കാണാൻ കഴിഞ്ഞുവെന്നും ഒരുപാട് വിശപ്പിൻ്റെ വില അറിഞ്ഞിട്ട് അദ്ദേഹം രാജ്യത്തിൻ്റെ മഹത്വവും അറിഞ്ഞിട്ട് ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ നമുക്കെല്ലാവർക്കും വലിയ സംഭാവനകളാക്കി മാറ്റി തന്നു.